الله أكبر الله أكبر. ഹായ്, ഞാൻ അഫ്സൽ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കഥയല്ല. സോ ദർ ഇസ് നോ സ്റ്റോറി ഇൻ ഇറ്റ്. പറഞ്ഞു വരുന്നത് എന്നെക്കുറിച്ചല്ല, എന്നെ അറിയാവുന്ന ചിലരെ പറ്റിയാണ്. ബൈ ദ വേ, ഹിയർ ഐ ആം ദി നറേറ്റർ. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല. എവിടെ നിന്നായാലും തുടങ്ങിയല്ലേ പറ്റൂ. വെൽ, തുടങ്ങാൻ ബെസ്റ്റ് ഓന മിറാസ് മുഹമ്മദ്. അടുപ്പുള്ളവർ മിച്ചു എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മിച്ചുക്ക. കടലും മലയൊക്കെ കടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളവരാണ് മലയാളികൾ എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. യെസ്, ഹീസ് വൺ ഓഫ് ദം. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മിച്ചുക്ക കുറച്ചാൾ പുറത്തായിരുന്നു, ദുബായിൽ, ദ സിറ്റി ഓഫ് ഡ്രീംസ്. പബ്ലിസിറ്റി തീരെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് മിറാസ്. നല്ലവനാണ്, നന്മയുള്ളവനാണ്. ഓൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവനാണ്. മറ്റെല്ലാത്തിലുപരി മിച്ചുക്ക കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഓൻ്റെ സന്തോഷം. അല്ലാഹു അക്ബർ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്. യാത്ര എന്നും മിറാസിനൊരു വീക്ക്നെസ്സാണ്. ടുഡേ ഈസ് എ വീക്കെൻഡ്. എല്ലാ വീക്കെൻഡിലും ഒരു ട്രിപ്പ്, അത് മൂപ്പർക്ക് പതിവാണ്. ലൈക്ക് എവരി വൺ എൽസ്. പ്രണയമാണ് മിറാസിന് യാത്രകളോട്. Now let's get to know him. മിറാസിന് ഇതൊരു യന്ത്രം മാത്രമല്ല, ഇറ്റ്സ് ആൻ ഇമോഷൻ. ആരുമില്ലാത്തപ്പോൾ ഇവനുള്ളതാ ഓനൊരാശ്വാസം. പിന്നെ ഓൻ്റെ പുപ്പ പറഞ്ഞിട്ടുണ്ടത്രേ, ഇത് ഉശിരുള്ള ആമ്പിള്ളേരുടെ വണ്ടിയാണ്. ആൻഡ് ഐ ഹിയർഡ് സമ്മൺ സേസ് ദാറ്റ് ഹൃദയമുള്ളത് കൊണ്ടാണ് ബുള്ളറ്റിന് ഡും ഡും ശബ്ദമെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഓടിക്കുന്നൊരു ചങ്കൂറ്റമാണ്. ആരോ പണ്ട് പറഞ്ഞ പോലെ യാത്ര പലർക്കും പലതാണ്. ചിലർക്കതൊരു തേടലാണ്, മറ്റു ചിലർക്ക് കണ്ടെത്തലുകൾ, വേറെ ചിലർക്ക് ഒളിച്ചോട്ടമാണ്, പിന്നെയുള്ളവർക്കത് ജീവിതമാണ്. മിറാസിന് യാത്ര എന്തായിരിക്കും? ലെറ്റ്സ് സീ.
നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ ഒരു ലവ് സ്റ്റോറി ഉണ്ടാവും. മിച്ചുകാക്കുണ്ട് നിങ്ങളോട് പറയാൻ ഓൻ്റെ മൊഹബത്തിൻ്റെ കഥ. വീക്കെൻഡിലെ യാത്രകളിലൂടെ മിച്ചുക്ക ഒരുപാട് പേരെ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെ ഒരു യാത്രയിലൂടെയാണ് ഓനോളെ ആദ്യമായി കാണുന്നത്. ഓളുടെ മൊഞ്ചും പണവും പ്രതാപവും ഒന്നും കണ്ടിട്ടല്ല മിറാസോളെ സ്നേഹിച്ചത്. ഏതൊരാണിൻ്റെയും ഫസ്റ്റ് ലവ് അതവൻ്റെ ഉമ്മയാണ്. അവൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് അവനെ സ്വാധീനിച്ച മറ്റൊരാളുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, ഇഷയാണ്. മിറാസിൻ്റെ മനസ്സ് കീഴടക്കിയ ആ കൊച്ചു സുന്ദരി, ദ പ്രിൻസസ് ഓഫ് ഹിസ് ഡ്രീം, മിറാസിൻ്റെ സ്വന്തം ഇഷ. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത്. മിറാസും അത്ര ആഗ്രഹിച്ചുള്ളൂ. ഓൻ ഈ ലോകം ചുറ്റുമ്പോൾ കൂടെ ചുറ്റാൻ ഇഷയും കൂടെ വേണമെന്ന്. വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴാണ് മനസ്സുകൾ തമ്മിൽ അടുക്കുന്നത്. അങ്ങനെയായിരിക്കണം സ്നേഹബന്ധങ്ങൾ എന്ന് ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യു നോ വൺ തിങ്, പലപ്പോഴും മിറാസ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടം ഓൻ വേണ്ടാന്നും വെച്ചിട്ടുണ്ട്. ജീവിക്കുന്നുണ്ടെങ്കിൽ ഓനെപ്പോലെ ജീവിക്കണം, ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച്. ജീവിതം നമുക്കൊക്കെ ഒന്നല്ലേ ഉള്ളൂ. ഇഫ് യു ലവ് ലൈഫ്, ലൈഫ് വിൽ ലവ് യു ബാക്ക് എന്നല്ലേ. വരുൺ മാധവ്. മിറാസിൻ്റെ ലൈഫിലെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുൻനിരയിൽ തന്നെ വരുണും ഉണ്ടാവും. ആൻഡ് ഹീ ഈസ് ഓൾസോ ഹിസ് ബിസിനസ് പാർട്ണർ. ഇവിടുത്തെ മിറാസിൻ്റെ ബിസിനസ്സൊക്കെ നോക്കിയെടുത്തതും വരുണാണ്. കൂടുതലൊന്നും എനിക്ക് വരുണിനെക്കുറിച്ച് അറിയില്ല, എന്നാൽ ഒന്നറിയാം, ഇരുമ്പിനെയും ഭാരത്തെയും പ്രണയിക്കുന്ന വരുണിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എക്കാലത്തെയും മികച്ച ബോഡി ബിൽഡറായ അർണോൾഡാണെന്ന്. അർണോൾഡ് അലോയിസ് ഷ്വാർസ്നെഗർ, ദ ലെജൻഡ് ഓഫ് ബോഡി ബിൽഡിംഗ്, ആൻഡ് ഹീ ഈസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിം. വരുണിൻ്റെ 5 മിസ് കോളാ, ഇതൊക്കെ അറിയണാവോ? ഹലോ മിച്ചു, എവിടെയാണ് നീ? നിന്നെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. നിന്റെ കോൾ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ റൈഡിലായിരുന്നു. എന്താടാ? ഇല്ലടാ, നമ്മുടെ കമ്പനിയിൽ ആ വേക്കൻസിയുള്ള പോസ്റ്റിലേക്ക് ആരും കൂടി ശരിയാവുന്നില്ലല്ലോ. വിശ്വസിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവോ? അത് ഞാൻ അന്വേഷിച്ച് പറയാടാ. നീ ഇപ്പം എവിടെ? ഞാൻ ജിമ്മിലാടാ. നീ ഇന്ന് തന്നെ വരില്ലേ? സ്റ്റേ അടിക്കില്ലല്ലോ? ഇന്ന് തന്നെ വരും. സ്റ്റേ ഒന്നും അടിക്കണില്ല. ഇൻഷാ അല്ലാ ഞാൻ വിളിക്കാടാ. ഓക്കേടാ, വന്നിട്ട് വിളിക്കേ. ഓക്കെ. ഇവൻ എബിനേസർ, ഞങ്ങൾ എബി എന്ന് വിളിക്കും. എബി, ഹായ്. വാടാ, കേറ്. നിന്റെ വണ്ടി എവിടെ? വണ്ടി ദേ ഇവിടെ കമ്പനിക്കാരൻ്റെ വർക്ക്ഷോപ്പിലാണ്. എന്നാ നിനക്കെന്നെ വിളിക്കാറുന്നില്ലേ? ഞാൻ എനിക്ക് അങ്ങനെ വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. സം ഫ്രണ്ട്സ് ആർ മോർ ദാൻ ഫ്രണ്ട്സ്, ദേ ആർ ബ്രദേഴ്സ് എന്നല്ലേ? യെസ്, സുഹൃത്ത് ബന്ധത്തിനപ്പുറം എബി മിറാസിനൊരു സഹോദരനെ പോലെയാണ്. സഹോദരനാണ്. മിച്ചുക്കൊക്കെ വലിയ മാറ്റമൊന്നുമില്ല, കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. അത് ഈ ജാക്കൻ്റെടാ. നമ്മുടെ അഫ്സലിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? അവനിപ്പോ വല്ല ഡയറക്ടറല്ലേ, ഇടക്കൊക്കെ വിളിക്കും. അവന്റെ ഏറ്റവും വലിയ എയിം ആയിരുന്നില്ലേ ഡയറക്ടർ ആവണം? അതെ അതെ. അമ്മച്ചിക്ക് സുഖമില്ലടാ? നിന്റെ വീട് ജപ്തിയല്ലേ? വരും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിന്റെ എല്ലാ കാര്യം എന്നോട് നീ പറയാറുള്ളതല്ലേ, എന്താണ് ഇത് മാത്രം പറയാഞ്ഞേ?
ആ മിച്ചുക്ക് എന്നെ ഇപ്പൊ തന്നെ കുറെ സഹായിച്ചിട്ടുണ്ടല്ലോ, ഇനി ഇതും കൂടി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണോ? എനിക്കോ ബുദ്ധിമുട്ടോ? നീ എന്തറിഞ്ഞിട്ടേ പറയണേ? നിനക്കൊരു പ്രശ്നം വന്നാൽ അത് എൻ്റെ കൂടെ പ്രശ്നമല്ലേ? അതെന്താ നീ ആലോചിക്കാതെ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എനിക്കറിയാൻ മിച്ചുക്ക്, എന്നാലും പുറമേ കണ്ടാൽ തോന്നില്ലെങ്കിലും എബിയുടെ കാര്യങ്ങൾ കുറിച്ച് ബുദ്ധിമുട്ടില്ല. എബിയുടെ മനസ്സിലിപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പൻ്റെ അമ്മച്ചിയുടെയും കൂടെ കഴിഞ്ഞിരുന്ന ബാങ്കുകാർ ജപ്തി ചെയ്ത ഓൻ്റെ ആ വീട്, അത് തിരിച്ചു പിടിക്കണമെന്ന ലക്ഷ്യം. ഇപ്പോൾ ഓൻ്റെ കയ്യിൽ ആകെയുള്ളത് കുറേ ബാങ്ക് നോട്ടീസുകൾ മാത്രമാണ്. എബി, എന്നാൽ നമുക്ക് പോയാലോ? നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് എനിക്കൊക്കെ പോണോ? നാളെ പോയാൽ പോരെ? ഇല്ലടാ, ഇന്ന് തന്നെ പോകണം. വിട്ടിട്ട് പോകില്ലെന്ന് ഉറപ്പുള്ള സൗഹൃദങ്ങളോട് മിച്ചുക കുറച്ച് ഡിസ്റ്റൻസ് കാണിക്കാറുണ്ട്. നാട്ടിലേക്കുള്ള മടങ്ങി വരവിൽ മിച്ചുക എബിയെ കാണാൻ വരുമായിരുന്നു. അല്ലെങ്കിലും സ്നേഹിക്കാനും ഇണങ്ങാനും പിണങ്ങാനും നമുക്ക് സ്വന്തം ചോര തന്നെ വേണമെന്നില്ലല്ലോ. കൂടെ പിറക്കാതെ കൂടെ പിറപ്പായ മിച്ചുക്കാനെ പോലെ ഒരാളായാലും മതി. ദാറ്റ്സ് ഇനഫ്. തോളിൽ കൈയിട്ട് നടന്നാൽ ഒരിക്കലും ഒരു നല്ല സുഹൃത്താവില്ല. ഒരു പ്രശ്നം വരുമ്പോൾ തോളോട് തോള് ചേർന്ന് നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എബിയുടെ കൂടെ എന്ന നിഴൽ പോലെ മിച്ചുക്ക കൂടെ ഉണ്ടാവുമായിരുന്നു. നമ്മുടെ കൂടെ കട്ട കേൾക്കുന്ന നമ്മുടെ ഒരേ മൈൻഡുള്ള ചങ്ങാതിമാരുണ്ടെങ്കിൽ വെറുതെ പൊളിയായിരിക്കും. ഇവർ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഫുള്ള് കളറായിരുന്നു. എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത് മിച്ചുക്കയാണ്. ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് നിൽക്കുന്ന ടൈമിലാണ് എബിയെ പോലെ മിച്ചുക്ക എന്നെയും കൂടെ കൂട്ടിയത്. ഇന്നത്തെ പോലെ അതേ ഫീലും ഫ്രഷ്നെസ്സും ഡിമാൻഡ് ചെയ്യുന്ന പക്കാ ക്വാളിറ്റി ഫീൽ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു അന്നും. മിച്ചുക്കാടെ കൂടെയാണെങ്കിൽ എന്നെപ്പോലെ തന്നെ എബിയും എപ്പോഴും ഹാപ്പി ആയിരിക്കും. നമുക്ക് ചുറ്റും എത്ര പേരുണ്ടായാലും നമ്മൾ ആഗ്രഹിച്ചവർ കൂടെ ഇല്ലെങ്കിൽ ഒറ്റക്കാണ് നമ്മളെന്നും. സോ ഹി ഓൾവേസ് വാണ്ടഡ് ടു ബി വിത്ത് ഹിം. ആരോ പണ്ട് പറഞ്ഞ പോലെ ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. മെഡിക്കുന്ന കാലത്തോളം ഒരിക്കലും മടുക്കില്ല. ഇൻ ദെയർ കേസ് ഇറ്റ് ഈസ് വെരി ട്രൂ. എബി, എന്താണ് ഇനി നിന്റെ പ്ലാൻ? വീടെങ്ങനെയും തിരിച്ചു പിടിക്കണം. ഒരു ജോലി അന്വേഷിക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് റെഡിയാവുന്നില്ല. വീടൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാടാ, നീ ടെൻഷനാവല്ലേ. പിന്നെ നിനക്കൊരു ജോലി, അത് നമുക്ക് റെഡിയാക്കാടാ. ഞാനൊന്ന് നോക്കട്ടെ. വരുണേ, പറയടാ. നീ രാവിലെ പറഞ്ഞ വേക്കൻസിയിലേക്ക് നമുക്ക് എബി അങ്ങ് എടുത്താലോ? അതിപ്പോ എന്താ ആലോചിക്കാനാടാ? എബി നമ്മുടെ പയ്യനല്ലേ, നീ പോരാൻ പറ. എബി എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. നിങ്ങൾ തമ്മിൽ സംസാരിക്ക്. മിച്ചുക്കാൻ്റെ അപ്രതീക്ഷിതമായ കടന്നുവരവാണ് എന്നോ മാഞ്ഞ എബിയുടെ ചിരി തിരികെ വരാനുള്ള കാരണം. അതിപ്പോൾ മറ്റൊരാളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് കാരണം നമ്മളാണെന്നറിയുന്ന ആ നിമിഷം. അത് തന്നെയാണ് നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അതൊരു പ്രത്യേക അനുഭൂതിയാണ്. മേക്കിംഗ് അതേഴ്സ് ഹാപ്പി ഈസ് ദ ബെസ്റ്റ് ഫീലിംഗ് ഇൻ ദ വേൾഡ്. അറിയാതെ ആണെങ്കിലും ആ ഫീല് നമുക്ക് കിട്ടും. മിച്ചുക്ക, ഞാൻ കയറിക്കോട്ടെ? ആ കയറിക്കോടാ. നിന്റെ വണ്ടി എപ്പോൾ കിട്ടും? ഇത് ഇന്ന് തന്നെ കിട്ടും. ഓക്കെ. ഇക്ക, ആ ടേണിങ്ങിൻ്റെ അവിടെ നിർത്തിയാൽ മതി. എത്രയും പെട്ടെന്ന് വന്ന് നീ കമ്പനി ജോയിൻ ചെയ്യും. ആയിക്ക, ശരിയാന്നു.
എന്നാ ഞാൻ പോണു, നീ വന്നിട്ട് വിളി. ആ ഓക്കെ, എന്നാൽ മിച്ചുക്ക് ഞാൻ വിളിക്കാം. നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഓക്കെ. ഹലോ, വലൈക്കും സലാം. അൽഹംദുലില്ലാ. ഇപ്പോൾ വന്ന കോള് ഇഷയുടെ ഉപ്പ ഹൈദറിൻ്റേതാണ്. ഇത്രയും കാലം ഓൻ്റെ ലവ് സ്റ്റോറിയിലെ വില്ലനായിരുന്നു ഹൈദറിക്ക. എന്നാൽ ഇപ്പോൾ വിളിച്ചത് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. കഴിഞ്ഞ ഒരുപാട് നാളുകളായി മിച്ചൊക്കെ കാണുന്ന ഓൻ്റെ സ്വപ്നമാണ് ഇഷയുമായുള്ള നിൽക്കാറ്. അതങ്ങോട്ട് ഉറപ്പിച്ച്. അല്ലെങ്കിലും അങ്ങനെ ചില ആഗ്രഹങ്ങൾ നടക്കും. ചിലർ വന്ന് കൊതിപ്പിച്ചിട്ട് കടന്നാളെ. അല്പം വൈകിയാണെങ്കിലും മിച്ചുക്കാൻ്റെ നന്മകളെയും ശരികളെയും ഹൈദർക്ക മനസ്സിലായി. ഇനി അങ്ങോട്ടുള്ള യാത്രകളിൽ മിച്ചുക്ക ആഗ്രഹിച്ച പോലെ കൂടെ ചുറ്റാൻ അവൻ്റെ ഇഷയും കാണും. വീട് തിരിച്ചു പിടിക്കണമെന്ന എബിയുടെ ആഗ്രഹത്തിന് മിച്ചുക്ക കൂടി നിന്നപ്പോഴും ഓനൊരു ജോലി കൊടുത്തപ്പോഴും പഠിച്ചോൻ മിച്ചുക്കയുടെ ആഗ്രഹം മറന്നില്ല. പഠിച്ചോൻ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് എന്നും ഓൻ്റെ ധൈര്യം. മിച്ചുക്കയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ പടച്ചോൻ്റെ കിതാബിലൊരു വിധിയുണ്ട്. അത് വൈകിയാണെങ്കിലും നമ്മളെ തേടി വരും. അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും. വെൽ, നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല. ബട്ട് ചിലരുടെ ചില ആഗ്രഹങ്ങൾ അത് സാധിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവും. സോ ഡു ഗുഡ് ടു എവരി വൺ. മറ്റുള്ളവരുടെ ആഗ്രഹം നേടാൻ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം നേടാൻ നമുക്കും കഴിയും. ഗോഡ് വിൽ മേക്ക് ഇറ്റ് പോസിബിൾ. അത് അസാധ്യമാണെന്ന് തോന്നിയേക്കാം, ബട്ട് ഗോഡ് ഹാസ് ഫിക്സ് എ പെർഫെക്റ്റ് ടൈം ഫോർ ഇറ്റ്. ഇതൊരിക്കലും ഒരു അവസാനമല്ല. കേട്ടിട്ടില്ലേ, എവരി സ്റ്റോറി ഹാസ് ആൻ എൻഡ്, ബട്ട് ഇൻ ലൈഫ് എവരി എൻഡിങ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. ഞാനൊരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. വി വിൽ സീ യു അഗൈൻ ഇൻഷാ അല്ലാഹ്.